സ്വതന്ത്ര ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുൾഡോസർ നടപടിയുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്ത്. ബംഗ്ലാദേശി റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരുടെ കടകളും വീടുകളും മദ്രസകളും ഒറ്റ ദിവസം കൊണ്ടാണ് ഫട്നാവിസ് സർക്കാർ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. ഈ നടപടിയിലൂടെ തന്നെ സർക്കാർ തിരികെ പിടിച്ചിരിക്കുന്നത് 900 ഏക്കർ ഭൂമിയാണ്. പൂനെയിലെ പിംപ്രി ചിഞ്ച്വാഡ് പ്രദേശത്താണ് ഒഴിപ്പിക്കൽ നടന്നിരിക്കുന്നത്. അഡീഷണൽ മുനിസിപ്പൽ കമ്മീഷണർ പ്രദീപ് ജംഭാലെ പട്ടേലും അതേപോലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണറായ മനോജ് എന്നിവരാണ് പൊളിച്ചുമാറ്റൽ ആ ഒരു പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു നടപടിക്ക് മേൽനോട്ടം വഹിച്ചത്. കമ്മീഷണർ ബസന്ത് പർദേശി, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാരായ സ്വപ്ന ഘോർ, ഡോക്ടർ ശിവാജി പവാർ, സന്ദീപ് വിവേക് പട്ടേൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയായിരുന്നു നടപടി സ്വീകരിച്ചതും. 6000 പോലീസ് ഉദ്യോഗസ്ഥരും 180 മഹാരാഷ്ട്ര സുരക്ഷാ സേനാ അംഗങ്ങളും നിരവധി ജീവനക്കാരും ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. 16 എക്സ്കവേറ്ററുകൾ, 8 JCBകൾ, 1 ക്രെയിൻ, 4 കട്ടറുകൾ എന്നിവയുൾപ്പെടെ തന്നെ കനത്ത യന്ത്ര സാമഗ്രികളും എത്തിച്ചിരുന്നു. 5000 അനധികൃത മസറുകൾ, സ്ക്രോപ്പ് കടകൾ, 27 അനധികൃത മസ്ജിദുകൾ, ഫാക്ടറികൾ എന്നിവ പൊളിച്ചുമാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ബുൾഡോസർ നടപടി നിർത്തലാക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ 30 ഹർജി സമർപ്പിച്ചെങ്കിൽ പോലും അവയെല്ലാം തന്നെ പിന്നീട് തള്ളുകയായിരുന്നു. മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡും അതേപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനും നിരവധി മുന്നറിയിപ്പുകളും നോട്ടീസുകളും നൽകിയിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഫട്നാവിസ് സർക്കാർ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അനധികൃത ബിസിനസ്സുകൾ, വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികൾ എന്നിവ മൂലം പ്രദേശം നിയമവിരുദ്ധ മേഖലയായി മാറിയിരുന്നു. പ്രദേശത്ത് പ്രതിവർഷം കുറഞ്ഞത് 8 മുതൽ 10 തീപിടുത്ത സംഭവങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലും റോഹിംഗ്യൻ അനധികൃത ബിസിനസ്സുകളും നടത്തി വരികയായിരുന്നു. ഭൂമി കയ്യേറ്റം, ഗതാഗത കുരുക്ക്, വർഗീയ സംഘർഷങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായും പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ ലാൻഡ് ജിഹാദ് പോലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറിയിരുന്നു. ഹിന്ദു ഘോഷയാത്രകൾക്ക് നേരെ ഉണ്ടായ കല്ലേറിലും ഇന്ത്യൻ മുജാഹിദിന്റെ യാസീൻ ഭട്ടേൽ പോലുള്ള ഭീകര സംഘടനകളുമായും ബന്ധമുള്ള വ്യക്തികൾക്ക് അഭയം നൽകിയ സംഭവങ്ങളും സുരക്ഷാ ആശങ്കകൾ കൂടുതൽ വഷളാക്കിയിരുന്നു. അതേസമയം ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാന്റെ തോൽവിയിൽ മനം നൊന്നുകൊണ്ട് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ച മൽവാനിലെ തീവ്ര ഇസ്ലാമിസ്റ്റിന്റെ കട ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയ സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മഹാരാഷ്ട്ര കൊങ്കണിലെ മാൽവാനിൽ ക്രിക്കറ്റ് മത്സരത്തിനു ശേഷം തീവ്ര ഇസ്ലാമിസ്റ്റായ യുവാവ് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഒപ്പം പാകിസ്ഥാന് സിന്ദാബാദ് മുഴക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ തന്നെ യുവാവിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശിവസേന MLA ആയ നിലേഷ് റാണെ രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് മാൽവാൽ മുനിസിപ്പൽ കൗൺസിൽ ഭരണകൂടം യുവാവിന്റെ കട ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തുകയായിരുന്നു. നിലേഷ് റാണ യുവാവിനെതിരെ സ്വീകരിച്ച നടപടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം നടപടിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിലേഷ് റാണെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷം മാൽവാനിലെ ഒരു മുസ്ലിം കുടിയേറ്റ സ്ക്രോപ്പ് വ്യാപാരി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഒരു നടപടി എന്ന നിലയിൽ ഞങ്ങൾ ഇയാളെ ജില്ലയിൽ നിന്ന് പുറത്താക്കും. അതിനു മുൻപ് അയാളുടെ കട ഒഴിപ്പിച്ച മാൽവാൻ മുനിസിപ്പൽ കൗൺസിൽ ഭരണകൂടത്തിനും പോലീസിനും നന്ദി എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞതിനു പിന്നാലെ ആഘോഷ തിമിർപ്പിലായിരുന്നു രാജ്യം. പടക്കം പൊട്ടിച്ചും വന്ദേമാതരം മുഴക്കിയും നൃത്തം ചെയ്തുമാണ് പലരും ഇന്ത്യയുടെ വിജയം ആഘോഷിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.